ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വാളും പരിചയവുമായി പോരാട്ടത്തിനുള്ള പടപ്പുറപ്പാടാണെന്ന് തോന്നും. എന്നാൽ സംഗതി ഒരൽപ്പം ജോറാണ്. കളരിത്തറയിൽ നിന്ന് ഒരുമിച്ച് കളരി പഠിച്ച് അഭ്യാസികളും പരിശീലകരുമായ രാഹുലും ശില്പയും ജീവിതത്തിലും ഒന്നിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കളർഫുൾ വിവാഹം. ആലോചിച്ചപ്പോൾ നമ്മളെ കരിയർ തന്നെ ഇവിടെ കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ തന്നെ ഒരു കളരി ഒരു പ്ലാനിൽ നമ്മൾ ഗുരുക്കളിനോട് ചോദിച്ചു. ഗുരുക്കൾ അതിനകത്ത് ഒരു കുഴപ്പമില്ല, നടത്താലോ എന്ന് പറഞ്ഞ ഒരു ഡിസിഷൻ എടുത്ത് ഇങ്ങനെ ഒരു വെഡിങ് ഇവിടെ നടത്തി. അതെ, കാരണം നമ്മൾ കുഞ്ഞിലെ ഇവിടെ കളരിയിലുണ്ട്. ശരിക്കും ശില്പ ആദ്യമേ ഉണ്ട്. ശില്പ ഒരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 വർഷമായി കണ്ടിന്യൂസ് ഇപ്പം ഒരുപോലെ ഒരുമിച്ച് വർക്ക് ചെയ്ത് പോകുന്നു. കളരിത്തറയിൽ കുരുത്തോല കൊണ്ട് പന്തലിട്ട് കളരിവേഷത്തിലെത്തി പൂത്തറ വണങ്ങി. പിന്നീട് പരമ്പരാഗതമായ ആചാരങ്ങൾ പൂർത്തിയാക്കി ഇരുവരും കൈപിടിച്ചു. കളരിത്തറയിൽ വെച്ച് ഗുരുക്കന്മാരുടെയും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹത്തോടെ രാഹുൽ ശില്പയ്ക്ക് മിന്നു ചാർത്തി. ശില്പ നേരത്തെ വന്നെങ്കിലും കുറച്ച് ബ്രേക്ക് ആയിരുന്നുകൊണ്ട് ഞാൻ ആ ടൈം കൊണ്ട് ആശാനായി, ഇവിടുത്തെ സമ്പ്രദായം കോഴ്സ് കഴിഞ്ഞ ആശാനായി. അപ്പോൾ പിന്നെ ആ ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പം ശില്പ TTC കോഴ്സാണ്, സമ്പ്രദായം TTC കോഴ്സാണ്, അതിലും ജോയിൻ ചെയ്താണ് ആശാനാവുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇതിൽ വന്നപ്പോഴാണ് ആ ക്യാപ്ഷൻ അങ്ങനെ ആയത്. ഇതേ കളരി സംഘത്തിലെ തന്നെ 5ാം തലമുറയിലെ ഗുരുവായ മഹേഷാണ് വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. തിരുവനന്തപുരം നേമം അഗസ്ത്യം കളരി സംഘത്തിലെ മികച്ച അഭ്യാസികളായിരുന്നു രാഹുലും ശില്പയും. ഇവരുടെ വീട്ടുകാർ തന്നെ തീരുമാനിച്ചു. കഴിഞ്ഞ വർഷമായിരുന്നു ഇവരുടെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു പോയത്. അപ്പോൾ അവർ വിവാഹം എന്തായാലും കഴിക്കണം. അപ്പോൾ അതെങ്ങനെ കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് രാഹുലിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഞാൻ പല രീതിയിൽ പറഞ്ഞു നോക്കിയായിരുന്നു. രാഹുൽ തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് വെഡിങ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നടത്തണം, അപ്പോൾ അതൊരു ഡിഫറൻ്റ് ആകട്ടെ എന്നുള്ളൊരു തീരുമാനം വന്നതിൻ്റെ തുടർന്ന് ആണ് നമ്മളങ്ങനെ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ 2008 എഴുതിയൊരു പുസ്തകമുണ്ട്, യോഗയെക്കുറിച്ചുള്ളൊരു പുസ്തകം. VS അച്യുതാനന്ദൻ CM ആയിരിക്കും. അതിനകത്ത് മോഡലായിരുന്നു ശില്പ. ആക്ച്വലി വളരെ കുട്ടിക്കാലം മുതൽ തന്നെ അവർ കളരിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അവർ കുറച്ചുകൂടെ ട്രെയിനേഴ്സായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രാവച്ചമ്പലം നരുവാമൂട് സ്വദേശികളാണ് ഇവ മിഥുനങ്ങൾ. കളരിപ്പയറ്റിലെ ഒത്തൊരുമയും മികവും ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് കല്യാണത്തിനെത്തിയവരും ആശംസിച്ചു. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.